വൈശാലി 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 പെട്ട കിടക്കണ വൈശാലി. ഹലോ ചാമാരെ, അങ്ങനെ രണ്ടാം ദിവസത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കാനായിട്ട്. അവരുടെ കാലത്ത് ആങ്കറെടുത്ത് നേരിട്ട് വല പിടിച്ച് കയറ്റുന്നത്. വല കയറി നമ്മ വൈശാലിയൊക്കെ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു കിടിലം വീഡിയോ. അപ്പൊ കാലത്തിന് വൈകുന്നേരമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന വീഡിയോ ആയിക്കോളൂ. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് അടിക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടാ. അങ്ങനെ രണ്ടാം ദിവസം ആങ്കറൊക്കെ എടുത്തത് നമ്മുടെ വല കയറി വരെയാണ്. വീഞ്ചില് ഇതേ വയർ റോപ്പും എല്ലാം കയറി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടരായ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ. ഈ വീഡിയോയിൽ നല്ല താറാവുംകുട്ടി, കടലിലെ താറാവുംകുട്ടി എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അറിഞ്ഞുകൂടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നല്ല മുറ്റു മുതലുകൾ നമുക്ക് വൈശാലിയുടെ കൂടെ വലയിൽ കിട്ടിയിട്ടാ. അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി കറിയും ചോറും ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. ഇതേ ആവേശത്തിൽ പിടിച്ചങ്ങാട് വല കയറ്റേണ്ട എല്ലാവരും. ആ ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടുനോക്കി. പിന്നെ ഇന്ന് ഇത്തിരി കടലൊക്കെ ഉണ്ട്. കടൽ എന്ന് പറയാൻ കുറഞ്ഞ് ഇത്തിരി കാറ്റ്, നല്ല കാറ്റാണ് കേട്ടാ. ഊന്നും പറഞ്ഞൊക്കെ ഇരുന്ന് വെളുപ്പിന് കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയൊരു കാറ്റും കാര്യങ്ങളും പകലുണ്ട്. അങ്ങനെ നമ്മുടെ വല കയറി ആദ്യത്തെ വലയിൽ കിട്ടിയ മീനൊക്കെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ചിടുമ്പോ കാണിച്ചു തരാൻ വേണ്ടി പോണേട്ടാ. കരക്കുള്ള മുള്ളംപന്നിയുടെ അതേ സെയിം സാധനമാണ്. കടലിലെ മുള്ളംപന്നിയാണ്. കടലിലെ മുള്ളംപന്നി. അങ്ങനെ നമ്മുടെ ബോട്ടിന് തൊട്ടടുത്തത് ഒരു ബോട്ട്, കിരീടം എന്ന് പറഞ്ഞ ബോട്ട് വലിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട് അതിലുള്ളത്. അങ്ങനെ ആ ബോട്ടിന്റെ വല വലിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മളിനി രണ്ടാമത്തെ വല ഇടാൻ വേണ്ടി പോവേണ്ട. അപ്പൊ ആദ്യത്തെ വലയിൽ കടൽ മാക്രയും അതുപോലെ ബഫർ ഫിഷ് മറ്റേ മുള്ളമ്പേത്തൊക്കെയാണ് കിട്ടിയത്. പിന്നെ വൈശാലി കുറച്ചുള്ളൂ. അപ്പൊ രണ്ടാമത്തെ വല എറിയണ ഒരു കാഴ്ച ഞാൻ കാട്ടിത്തരാട്ടാ. പറഞ്ഞോട്ടോ ഞങ്ങളുടെ ബോട്ടിലെ പിടിച്ചത് കടൽക്കൊമ്പൻ കുറെ ഡിക്ക് മതികള്. അങ്ങനെ വലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് കൂന്തലൊക്കെ തിരിഞ്ഞ് നേരെ ഇടണം. അപ്പൊ തിരിയാൻ വേണ്ടി വേറെ ഒന്നുമില്ല, ആകെ വൈശാലി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കടൽ മാക്രയും പെട്ടി ഞണ്ടിനെയൊക്കെ മാറ്റി. അപ്പൊ നമുക്ക് ആദ്യത്തെ വലയിൽ കാലത്ത് രണ്ടാം ദിവസം കിട്ടിയത് ഒരു ബോക്സ് വൈശാലിയും പിന്നെ കുറച്ച് ചില്ലറ മീനുകളാണ് കേട്ടോ ഈ കിടക്കണത്. വേഗം തന്നെ തിരിഞ്ഞ് നേരെ കൈ കൊണ്ട് പിറക്കി ആ വൈശാലിയൊക്കെ നേരെ ബോക്സിലോട്ടാക്കി. പിന്നെ നമുക്ക് രണ്ട് സ്കിഡ് ഉണ്ട്, ഒരു നീരാളി ഉണ്ട്, പിന്നെ ആനക്കൊഴുവ. അത്രയൊക്കെ ഉള്ളൂ. സ്കിഡും വൈശാലിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അമരം നേരെ വെള്ളം അടിച്ച് നല്ലതുപോലെ കഴുകിയിടാണ്. അടുത്ത വലക്ക് നമുക്ക് അമരത്ത് പിടിച്ചിടാനുള്ള മീനൊക്കെ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് എപ്പോഴും അമരം നമ്മൾ എല്ലാ വല കഴിഞ്ഞാലും കഴുകിയിടും. പിന്നെ കുറച്ച് ആനക്കൊഴുവയും ശീലാവും എല്ലാം കൂടിയൊക്കെ ആയിട്ട് നമ്മളിനി സ്റ്റോർ റൂമിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം സ്റ്റോർ റൂമിലെ കാഴ്ചയൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം. നമ്മുടെ പ്രസാദേട്ടൻ നേരെ കപ്പിയിലൊക്കെ കെട്ടി നേരെ കയറൊക്കെ കെട്ടി അങ്ങോട്ട് വീഞ്ചിൽ അങ്ങോട്ട് നിർത്തുകയാണ്. അങ്ങനെ വല ഇനി പയ്യെ വലിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് അയില കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം കിട്ടിയ അയില ഉണ്ട്. അപ്പം അയില എടുത്തത് എല്ലാവരും കൂടി വെട്ടേണ്ട. അത്യാവശ്യം നല്ല വലിയ അയിലയാണ്. അതും കണ്ണയിലയും സാധാരണ അയിലയും കൂടി ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടി വേഗം കറി വെക്കാനായിട്ടുള്ള പരിപാടി നോക്കിയാണ്. 3 പേരും കൂടി ഇരുന്ന് വെട്ടുന്നുണ്ട്.
അങ്ങനെ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ അയിലക്കുട്ടന്മാരെയൊക്കെ നന്നാക്കി എടുത്തത് അതിന് കത്തിക്ക് അങ്ങോട്ട് വരയണം മസാലയൊക്കെ അങ്ങോട്ട് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ എൻ്റെ ഓരോ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സിന് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞാനിപ്പോൾ ഈ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടമായെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മ എൻ്റെ വർത്താനം ഇഷ്ടപ്പെടണില്ലെങ്കിലൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഈ കമൻറ്റുകൾ കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ എൻ്റെ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് അതെന്തായാലും വീഡിയോയുടെ അവസാനം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനെ കടൽ വെള്ളത്തിൽ നല്ലതുപോലെ ശരിക്കും കഴിയണം. അപ്പം എല്ലാവരും ചോദിക്കും മച്ചാനെ കടൽ വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ കഴിയിട്ട് ഇനി എന്താ പരിപാടി നേരെ കറി വെക്കും. അപ്പം അങ്ങനെയല്ല, നന്നായിട്ട് കടൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു നീര് നല്ല വെള്ളത്തിൽ കഴുകും. ചില ബോട്ടുകളിൽ അങ്ങനെ കഴുകാറൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഉപ്പ് വെള്ളമാണെങ്കിലും കടൽ വെള്ളത്തിന് വലിയ അഴുക്കോ കാര്യങ്ങളോ ഇല്ല. അതും ഈ ആഴക്കടലിലെ വെള്ളം തെളിഞ്ഞ് കണ്ട നല്ല തൂവെള്ള പോലെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ വെള്ളത്തിലിട്ടുകൊണ്ട് നമ്മൾ ഈ അയിലയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നല്ല വെള്ളം നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പുവെള്ളം നമുക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം, അൺലിമിറ്റഡ് ആയിട്ട് എടുക്കണ്ട. നല്ല വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ 1 2 3 4 ജഗ്ഗുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ജഗ്ഗുകളിലും പിന്നെ അപ്പുറത്തെ ജഗ്ഗുകളിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചും കണ്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അങ്ങനെ മീനൊക്കെ കഴുകി നന്നാക്കി റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് അങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന സമയമാണ്. അപ്പൊ നേരെ ഇനി അടുക്കളയിലോട്ട്. അപ്പൊ ഈ ഒരു വലിപ്പമുണ്ട് നമ്മുടെ ബോട്ടിന്. ഇതേ നമ്മുടെ സ്രാങ്ക് സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട്. പപ്പൻചേട്ടന്റെ നീ തകർത്തോടെ മോനെ എന്നാ പറയണ. അല്ല അതും കൂടി കേട്ടപ്പോ നമ്മ ഒന്നും കൂടി പവറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. ഇനി അടുക്കള ചെന്ന് നമ്മുടെ ഡ്രൈവറിന്റെ ഒരു കിടിലൊരു ഒരു പരിപാടി ഉണ്ട്. ഫയറായിട്ട് അങ്ങോട്ട് തീയൊക്കെ അങ്ങോട്ട് കത്തിച്ചു വിട്ടേക്കാണ് നന്നായിട്ട്. ഇനി നേരെ അങ്ങോട്ട് ഉരുളി വെച്ച് അങ്ങോട്ട് പരിപാടി തുടങ്ങിയേട്ടാ. പ്രസാദേന്റെ കറികൾ എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ആ എരിവും പുളിയും എല്ലാം വലിയതായിട്ട് അങ്ങോട്ട് കയറിയൊന്നും നിൽക്കൂല കേട്ടാ. വലിയ എരിവില്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് ടൂൾ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി അങ്ങോട്ട് 2 3 ഇളക്ക്. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ തേങ്ങാപ്പാലുള്ള പരിപാടിയൊന്നും ഈ ബോട്ടിലില്ല കേട്ടാ. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം നിങ്ങൾ മംഗലാപുരത്തെ വീഡിയോ കണ്ട കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അതിൽ തേങ്ങാപ്പാലൊക്കെ വെച്ചായിരുന്നു കറിയെങ്കിൽ. ഇവിടെ ഒരു മുളക് ചാറാണ്. മുളക് ചാറാണെങ്കിൽ കറി ഉഷാറാണ് കേട്ടോ. മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ കറി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ പോണ ഒരു കാഴ്ചയാണ്. എന്നിട്ട് വേണം നമുക്ക് അയിലക്കുട്ടന്മാരെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനട്ടാ. അങ്ങനെ ചാറെല്ലാം റെഡിയാക്കി ഇനിയുള്ള പരിപാടി എണ്ണം പറഞ്ഞത് ഓരോ അയിലക്കുട്ടന്മാരങ്ങാട് വലിയ അയിലേട്ട. വേറെ മുറിക്കാനൊന്നും പോയില്ല. ഒരാൾക്ക് ഒരയില എന്നുള്ള രീതിയിൽ അങ്ങാട് എണ്ണം പറഞ്ഞ് അങ്ങാട് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരയില തന്നെ മതിയാവും. കാരണം അത്രയും നല്ല വലിപ്പമുള്ള അയിലേട്ട. നേരെ ചാറിൽ ഇങ്ങനെ അങ്ങോട്ട് മുങ്ങിക്കിടന്ന് കുടുകുടൂ എന്നും പറഞ്ഞ തിളച്ച ചാറിൽ കിടന്ന് അയിലക്കുട്ടന്മാരെ ആ മുങ്ങി മരണ കാഴ്ച വേണ്ട. എന്നിട്ട് ആ പ്രസാദേട്ടൻ നമ്മൾ ആ കയ്യിൽ കൊണ്ട് ആ ചാറൊക്കെ അയിലയുടെ മേത്ത് വീഴാൻ വേണ്ടി അങ്ങാട് വെച്ചിട്ട് ഇനി മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാൻ. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിരുന്നു കേട്ടോ. നല്ല കുടുകുടു എന്ന് പറഞ്ഞ് പയ്യെ ഇങ്ങനെ തിളച്ച് മറിയനുണ്ട്. ചാറ് ആ ഒരു ചാറി കിടന്ന് അയിലക്കുട്ടന്മാര് ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബോട്ട് വല പിടിക്കേണ്ടി വന്നത്. ഒട്ടൊക്കെ ഉണ്ട്, പാറയുണ്ട്. ഈ കടലിനടിയിൽ ഓരോ സ്ഥലങ്ങളിലും പാറകളുണ്ട്. അപ്പൊ ഈ പാറകളുടെ അടുത്തോട്ട് വല ഇനി പോവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് കടലിലെ പണി കേട്ടാ. അങ്ങനെ നേരെ നമ്മൾ വല പിടിക്കുകയാണ്. ചോറും കറിയൊക്കെ അവിടെ വെച്ചിട്ട് പ്രസാദനോട് സെൻട്രൽ ലൈൻ പിടിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും വല പിടിച്ച് കയറണം. അപ്പൊ ഈ വലയിൽ എന്തൊക്കെ മീനാണ് കിട്ടുന്നത് നമുക്ക് വല പിടിച്ച് കയറി വരുമ്പോ നോക്കാട്ടാ.
അങ്ങനെ പെട്ടെന്ന് പൊട്ടി വീണ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ അത് 2-3 വറ്റയും വൈശാലിയും പെട്ടിഞ്ഞണ്ടും. അപ്പൊ ഇതൊക്കെ ആയിട്ടാ കിട്ടിയേക്കണ. കുറവാണ്, നേരത്തെ കിട്ടിയേക്കണം കുറവാണ്. പക്ഷേ ഇനിയുള്ള വലയിൽ നമുക്ക് മീനുണ്ട്. നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ പ്രസാദനാണ് വല കെട്ടണത്, കോടന്റിന്റെ മൂഡ് റോപ്പ് കെട്ടണായിട്ട്. അത് ഫ്രോക്ക് ഫിഷ് ആണത്. അപ്പൊ ആ 3ാമത്തെ വലയിൽ നമുക്ക് ഇത്തിരി മീനൊക്കെ കിട്ടി. ആ വല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ പ്രസാദേട്ടൻ വന്നത് ഞാൻ അങ്ങോട്ട് കെട്ടാണ്, നമുക്ക് ഇച്ചിരി ഭാഗ്യമൊക്കെ ഉണ്ടോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആ കോടന്റ് റോപ്പ് കെട്ടണം. ഇതാണ് ഈ മൂഡ് റോപ്പ് ഇട്ടാ. ഈ ഒരു കെട്ട് കോടന്റ് കെട്ടുമ്പോൾ അതൊരു ട്രിക്കിലുള്ള ഒരു കെട്ടാണ്. അത് അറിഞ്ഞിരിക്കണം. ആ ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ മുറുകാണ്ട് ഒറ്റ വലിക്ക് പൊട്ടുകയും ചെയ്യും. അതൊരു പ്രത്യേക ഒരു കെട്ടാണ് കേട്ടാ. അതങ്ങനെ പ്രസാദേട്ടൻ കെട്ടിയിട്ടിട്ട് മോശം വന്നില്ല കേട്ടാ. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇനി എല്ലാവരും ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ആയിട്ട് വന്നപ്പോ ഒരയിലല്ല, എല്ലാവർക്കും 2 അയില വെച്ചുണ്ടായിട്ടാ. ഞാൻ ഒരയില എന്നാണ് പറഞ്ഞത്, പക്ഷെ 2 അയില ഉണ്ടായി. സ്രാങ്ങിന് പിന്നെ ഒരയില മതി എന്നുകൊണ്ട് സ്രാങ് നേരെ ചോറ് എടുത്തത് അവിടെ കൊണ്ടുപോയി മൂടി വെക്കണം. സ്രാങ്ങിന് ഇപ്പൊ വിശക്കണില്ല. ബാക്കി എല്ലാവരും ചോറ് കഴിക്കണം. സ്രാങ് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ബാക്കി പ്രസാദിന്റെ കഥ അയിലക്കാർ 2 അയില എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും 2 അയില വെച്ച് കൊടുത്തേക്കേട്ടാ. അങ്ങനെ എല്ലാവരും കൂടെ സുനിച്ചേന്റെ കഥ റെഡി മണി എന്ന് പറഞ്ഞുള്ള രീതിയിൽ അങ്ങോട്ട് ചോറ് വെച്ച് അങ്ങോട്ട് പെട തുടങ്ങിയിട്ടാ. ഇതൊക്കെ ഇനി ഇവരൊക്കെ കഴിഞ്ഞിട്ടോടെ മിനിക്കും അങ്ങോട്ട് പെടാങ്ങാട് തുടങ്ങാനായിട്ട്. ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവർ ഇങ്ങനെ കഴിക്കണേ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരും. അപ്പോൾ ചിലവർ 2 എടുത്തിട്ടുണ്ട്, ചിലവർ ഒരു അയിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടാ. എന്തായാലും എല്ലാവർക്കും ഒരയില കൊടുക്കുന്നുണ്ട്, അതെന്തായാലും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഉച്ചക്ക് ചോറൊക്കെ കഴിക്കാണ്. സ്രാങ്ക പോയി മുകളിൽ വീലോസിന് ഉണ്ട്, കാരണം ബോട്ട് നോക്കണം. ഒടക്കൊക്കെ അപ്പുറം ഒടക്കൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടാ. ഈ കറിനെ കുറിച്ചുള്ള ടിപ്പ് വല്ലതും പറഞ്ഞു കൊടുക്കാണ്ട. ഇതിനെപ്പറ്റി എന്താണ് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഇത്തിരിക്കുളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. ബാക്കി നമ്മുടെ ഒരു കൈപ്പുണ്യൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകണം. എല്ലാവരും അയിലക്കറിയും കൂട്ടി ചോറ് കഴിക്കാണ്. അപ്പൊ ഈ ഒരു വലയിൽ എന്ന് പറഞ്ഞാല് പതിപോലെ നമ്മൾ കുറെ പ്രതീക്ഷ തന്നെ കേട്ടോ. ഓരോ വല എടുക്കുമ്പോഴും നമ്മൾ മീൻ ഉണ്ടാവണേ ഈശ്വര എന്നുള്ള രീതിയിലാണ് എല്ലാ വലയും കയറണത്. അങ്ങനെ വീഞ്ചിൽ പതിപോലെ തന്നെ വയർ റോപ്പും എല്ലാം കയറിയതേ റെഡി ആക്കേണ്ട കാശാണ് അങ്ങോട്ട് ജോക്കണ്ട. ഈ വയർ റോപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ റോപ്പ് കയറുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ നിൽക്കണ ആൾക്കാർ ഭയങ്കര സൂക്ഷിച്ചൊക്കെ നിൽക്കുള്ളൂ. കാരണം ഒന്നങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വീഞ്ചിലോട്ട് പോകും. ഭയങ്കര ഒരു ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചൊക്കെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ വലയും കാര്യങ്ങളും കയറ്റുമ്പോൾ സ്രാങ്കും പണിക്കാരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് ഈ വല നമുക്ക് മൊത്തത്തിൽ അതും എളുപ്പമായിട്ട് കയറ്റാൻ പറ്റുള്ളൂ. അതിലോ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വല കയറുകയുമില്ല. അതുപോലെ തന്നെ ഈ വല പങ്കയിൽ ചുറ്റും പിന്നെ ഇരട്ടി പണിയാവും. അത് വെച്ചാൽ വല നേരെ അടിയിലോട്ട് പോകും. അപ്പൊ ഈ സ്രാങ്ക് അതിനനുസരിച്ച് പണിക്കാർ ഇവിടെ നിന്ന് കറക്കി നിർത്താൻ പറയും, തിരിച്ച് നിർത്താൻ പറയും, കൊള്ളിക്കാൻ പറയും, റിവേഴ്സ് അങ്ങനെ എല്ലാം പറയുമ്പോ അതിനനുസരിച്ച് അപ്പ സ്രാങ്ക് അതേ രീതിയിൽ അങ്ങോട്ട് ആ പറയണ അതേ സമയത്ത് അങ്ങനെ ബോട്ട് നിർത്തി കൊടുക്കുമ്പോഴാണ് ഇതുപോലെ വല എളുപ്പത്തിൽ അങ്ങോട്ട് കയറി വരുള്ളൂ. അങ്ങനെ വല കയറി വന്നാൽ മാത്രമേ നമുക്ക് ചരക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ചരക്ക് ഇത്തിരി താന്ന് കിടക്കുകയാണ്. അപ്പൊ ഇനി ഈ ചരക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചരക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മീൻ തരത്തിനാണ്. ഇതിരിത്തിരി കൂടുതലൊക്കെ ഉണ്ടാവും, കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ വല കയറി ഒരു കാഴ്ചയാണ്. ഇനി വല കയറുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോട്ടാ. മീനാനട്ടാ വൈശാലി ചീറ്റണടാ ചീച്ചേട്ടാ ഇവരറിയും ഇതാണ് കാര്. കടിച്ചു കഴിഞ്ഞാൽ സ്വർഗം കാണും. സ്വർഗത്തിലേക്ക് ഓടും നമ്മള്. അതന്നെ ഇട്ടേനെ രക്ഷോട്ടെ. കാരി നല്ല പെടക്കണ കാല്.
ആഹാ നല്ല കീടില്ലാതെ കിട്ട് ചൊലപ്പടിച്ചേക്കണം ചോപ്പടിച്ചേക്കേണ്ട മുഴക്കോലി ഇതാണ് കേട്ടാ മുഴക്കോലി ആണ് ഈ കിണ്ണത്തിൽ കിട്ടിയ ഇതിന്റെ കൂടെ മിക്സർ തന്നെയാണ്. വൈശാലി ആഹാ ഇതാണ് മച്ചന്മാരെ വൈശാലി പേട്ട കിടക്കണ വൈശാലി കേട്ടാ വൈശാലി വൈശാലി നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കിട്ടും. ഏപ്രിലും കിട്ടോ ആ ഏപ്രിലും കിട്ടണ വൈശാലി അത് കഴിഞ്ഞാൽ കിട്ടൂല വൈശാലി. സമയത്ത് ഇത് മുട്ടയിടാൻ വേണ്ടി വന്നത്. വൈശാലി ആ ഈ വാവിന്റെ ടൈമില് ആ. അഷ്ടമി സമയത്ത് മുട്ടയിടാൻ വേണ്ടി വന്നത് പാറമ്മ. ആ. അങ്ങനെ നമുക്ക് കിട്ടണം വലയിൽ കിട്ടുന്നത്. ആഹാ ആഹാ വൈശാലി വീടാണ്. അതുപോലെ തന്നെ കിട്ടിയ മീനുകളെല്ലാത്തിനും നേരെ ബോക്സിലോട്ട് ആക്കേണ്ട. പിന്നെ ഈ ഒരു സമയം തന്നെ പുറകിൽ വലതെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വയർ റോപ്പും കാര്യങ്ങളത് പുറകിൽ വീഞ്ചിന്ന് നിങ്ങൾക്ക് പോണത് കാണാൻ പറ്റും. ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ പട്ടയെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ്. നമുക്ക് കിട്ടണ അത്രയും മീൻ നമ്മൾ വേഗം പിടിച്ചെടുക്കോട്ടാ. അങ്ങനെ ഇവിടെ പുറകിൽ വലയും കാര്യങ്ങളും വിടുന്നുണ്ട്. അതുപോലെ വൈശാലി കുട്ടന്മാരെ നേരെ ബോക്സിലോട്ടാക്കി അതുപോലെ തന്നെ നമ്മൾ ദേവന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി കുട്ടപ്പനാക്കിയിടുന്ന ഒരു കാഴ്ച ഉണ്ട്. നമ്മുടെ വല കടലിലാണ്. ഇനി വല കറക്കണ ഒരു കാഴ്ച ഉണ്ട്. അത് ഞാൻ കാണിച്ചു. നമ്മളിപ്പോ വല പിടിക്കണല്ല, പകരം ഒരു നിശ്ചിത ഗ്രൗണ്ട് വരെ നമ്മൾ വല വലിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വല അതേ വല പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വലിച്ചു പോകാൻ പറ്റില്ല. ഓടക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വല അവിടെ ഇട്ട് കറക്കിട്ട് കറക്കിയിട്ട് തിരിച്ചു വലിക്കും. ഇത് ആ ഒരു കഴിവ് സ്രാങ്ങന്മാർ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. അവർക്ക് ആ ഒരു ഐഡിയയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ മീൻ പിടുത്തോ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് നമ്മള് വല കറക്കണം കേട്ടാ. വല കയറ്റണ വല കയറ്റിട്ട് കറക്കാൻ വേണ്ടി പോവാണ്. ഇത് വല പിടിച്ചു കഴിഞ്ഞാൽ വല കറക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. 2 റോപ്പ് വയർ റോപ്പ് എടുത്തിട്ട് വല അങ്ങോട്ട് കറക്കി നമ്മള് അങ്ങാളെ വീണ്ടും ഇടും. അപ്പൊ ആ കാഴ്ച കാണിച്ചത് ബോട്ട് കയറി ബോട്ട് അങ്ങോട്ട് പൊത്തോട്ട് വല അങ്ങോട്ട് കറക്കിടാൻ പോവേണ്ട. വല പിടിക്കൂല. ബോട്ട് സ്പീഡിൽ ഓടിക്കണം കേട്ടാ. ബോട്ട് കറക്കിണ് കേട്ടാ. സ്റ്റിയറിംഗ് തിരിക്കണേട്ടാ. ഞാൻ കിടക്കണ സ്ഥലം സ്റ്റിയറിംഗ് തിരിക്കാണ്. റോപ്പ് എടുക്കണ്ടേ? ആ റോപ്പ് എടുക്കണ്ടേട്ടാ. റോപ്പ് എടുത്തിട്ട് സ്റ്റിയറിംഗ് ഇരിക്കുള്ളൂ. റോപ്പ് കൂടെ എടുക്കണ്ടേ. റോപ്പ് കയ്യിലെടുക്കണ്ട. റോപ്പ് കണ്ട കൈ പിടിച്ചെടുക്കാണ്. അതെ കറക്കാണ്. കറക്കല്ലേ തിരിയോ സ്റ്റിയറിംഗ് കറങ്ങി തിരിയണ ഒരു കാഴ്ച ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാണ്ട. നോക്കി നിൽക്കണമെന്നില്ലെങ്കിൽ നമ്മുടെ കൈന്റെ എല്ലാം ഒടിഞ്ഞു. ബോട്ട് കറക്കാണ് തിരിച്ചോണ്ടിരിക്കണ. കടലിൽ ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്യണോണ്ടിരിക്കണ. അടിപൊളി കറങ്ങണ ബോട്ട്. വണ്ടികൾ മാത്രമല്ല കടലിൽ ഡ്രിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. തിരിച്ചങ്ങനെ കറക്കിയാണ് കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. ഇവിടെ പറയണേ കേട്ടാ. കറങ്ങണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ കറക്കി എടുത്തിട്ടാ. തിരിഞ്ഞു വേണ്ട സ്റ്റിയറിങ് ഓക്കെ. ഇതിനെ അടിച്ച് കൈ മേലെ കൊണ്ടുവന്ന ഭയങ്കര ഇതാവും. കറക്കി ഇവിടെ ഏകദേശം 15 മാറ് വെള്ളമുണ്ട് കണ്ട. അവിടെ കാണാൻ പറ്റും 15 മാറ് വെള്ളം. വല മൊത്തോട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇനി വീണ്ടും നമ്മൾ വയർ റോപ്പും കാര്യങ്ങളും ഇടുവല്ലേ. വയർ റോപ്പ് ഇടാൻ പോണട്ടാ. ഈ വയർ റോപ്പ് ഇടുമ്പോ ഈ വീഞ്ചിന്റെ സൈഡിലുള്ള കാര്യങ്ങൾ നോക്കണം. ഇവർ രണ്ടുപേരുമാണ്. ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് അത് ആ വയർ റോപ്പ് ഒരു അളവുണ്ട്. രണ്ടുപേരും അത് ഈക്വൽ ആയിട്ട് വിട്ടാൽ മാത്രമാണ് വല
കൃത്യമായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയാണ് വിടുള്ളൂ കേട്ടോ അവര്, അല്ലേ? രണ്ടുപേരും മാർക്ക് ചെയ്ത് വിടുകയാണ്. ഒരാളവുണ്ട്, കാരണം ഒരാൾ കൂടുതലിട്ട് ഒരാൾ കുറഞ്ഞിട്ട് നമുക്ക് ചരക്ക് കിട്ടൂല. അപ്പൊ രണ്ടുപേരും ഈക്വലായിട്ട് കൃത്യമായിട്ട് നിലനിർത്തിയുള്ളൂ. ആ ഒരു കാഴ്ചനാണ് രണ്ട് സൈഡ് ചെയ്യുന്നു. അങ്ങനെ വല മൊത്തോട്ട് കറക്കി റോപ്പെല്ലാം വിട്ട് ഇനി വീണ്ടും നമ്മൾ വല ഇങ്ങനെ വലിച്ചിട്ട് പോകും. ഇനി വല പിടിക്കുമ്പോൾ കുറച്ച് ചരക്ക് കൂടുതലൊക്കെ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് വല പിടിക്കുമ്പോൾ ബാക്കി കാഴ്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അങ്ങനെ വീണ്ടും നമ്മുടെ വല എടുക്കണം. എല്ലാവരും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഇത് പെട്ടെന്ന് ഓരോരോ വല പിടിക്കും. നമ്മൾ ഈ ഒരു പണി എന്ന് പറഞ്ഞാല് അധികം നമുക്ക് കുറെ നേരം വലിച്ചുകൊണ്ട് അടക്കാനൊന്നും പറ്റൂല. കാരണം അങ്ങാടും ഇങ്ങാടും പാറയും മുടക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം വലിക്കാൻ പറ്റുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം തന്നെ 4, 5, 6 ഒക്കെ വല നമ്മൾ പടപടയെന്നും പറഞ്ഞ് ഇട്ട് വലിച്ചെടുക്കും കേട്ടാ. സാധാരണ ഒരു മീൻ പണിയൊക്കെ വരുമ്പോൾ കുറെ ഇങ്ങനെ വലിയ ചരക്കും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വലിച്ചുകൊണ്ട് അടക്കും. ഇത് അത്രയും നേരം ഒന്നും വലിക്കൂല. 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടിപ്പോയ 2 മണിക്കൂർ പോവാറ് കുറവാണ്. 2 മണിക്കൂറൊക്കെ വരെയൊക്കെ ഈ ഒരു വല വലിക്കുള്ളൂ. അങ്ങനെ അടുത്ത വലവേ കയറി വന്നൊരു കാഴ്ചയാണ്. ഈ വല കയറുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് ഇനി കിട്ടാൻ പോണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെയും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് പറയണോട്ടെ. നിങ്ങൾ എന്റെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വ്യത്യസ്തമായിട്ട് കടലിലെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മീൻപിടുത്തവും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കും. അപ്പൊ നമ്മുടെ ചരക്ക് കയറണം. നമുക്ക് എന്തൊക്കെയാണ് ചരക്കിൽ നോക്കട്ടെ. ഇവിടെ മഷി ഇങ്ങനെ കലങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചരക്ക് കയറി വരെയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടാ. $150 പോട്ടെ. കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ വലയും കാര്യങ്ങളും വിടേണ്ട. അപ്പൊ ഈ ഒരു പണിയിൽ കൂടുതലും കിട്ടണം മീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈശാലി മാത്രമാണ്. അതാണെങ്കിൽ മീൻ ഈ ഒരു പണ്ട പ്രത്യേകത. മറ്റുള്ള പണികളിൽ നമ്മൾ പലതരം വ്യത്യസ്തമായിട്ട് ഓരോ മീനുകളെ നിങ്ങൾക്ക് കാണിക്കും. ചിലപ്പോൾ നെയ്മീൻ ഉണ്ടാവും, ആകോലി ഉണ്ടാവും, ഞണ്ടുണ്ടാവും, കടൽപ്പാമ്പ ഉണ്ടാവും, പലതരം കടലിന്റെ അടിത്തള്ള മീനുണ്ടാവും. പക്ഷെ ഈ ഒരു വൈശാലി പണിയിൽ കൂടുതലും ഈ വൈശാലിയും അതുപോലെ തന്നെ സ്കിഡും പിന്നെ നീരാളിയും അങ്ങനത്തെ മീനുകൾ മാത്രം, അതായത് വിരലുണ്ടാവുന്ന അത്രയും തരങ്ങളായിട്ടുള്ള മീനുകളൊക്കെയാണ് ഈ ഒരു പണിയിൽ ഉണ്ടാവണം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് ഈ വലയിൽ മീനുകളെ കാണാത്തത്. കൂടുതലും കാണുന്നതൊക്കെ ഈ വൈശാലി, നീരാളി, സ്കിഡ്, പിന്നെ അതിന്റെ കൂടെ ഉണ്ടാവുന്ന ചെറുമീനുകൾ 3-4 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ കൂടെ നീരാളിക്കുട്ടന്മാരുണ്ടാവും. ചിലപ്പോൾ അത് 1, 2, 3, 4 നീരാളി നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും ഈ ഒരു പണിയുടെ പ്രത്യേകതയാണ്.
അത് കഴിഞ്ഞ് കിട്ടിയ മീനുകളെല്ലാം നമ്മൾ നേരെ സ്റ്റോർ റൂമിലാണ്. അപ്പൊ ആ സ്റ്റോർ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. അപ്പൊ സ്റ്റോർ റൂം തുറക്കാൻ പോവുകയാണ്. അപ്പൊ തുറന്നിട്ട് സ്റ്റോർ റൂമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഈ സ്റ്റോർ റൂം നമ്മൾ ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യും. കാരണം നമ്മൾ 10 ദിവസം കടലിലേക്ക് കിടക്കുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ കേടാവാണ്ടൊക്കെ സൂക്ഷിക്കണത് ഈ ഒരു ബോട്ടിന്റെ സ്റ്റോറിലാണ് കേട്ടാ. അങ്ങനെ 2-ാം ദിവസത്തെ സ്റ്റോർ റൂമിൽ നിന്ന് ഐസൊക്കെ പൊട്ടിക്കണ്. ഷവൂല് നല്ല അടിച്ച് പൊട്ടിക്കണ്. അപ്പൊ ആദ്യത്തെ ദിവസം കിട്ടിയത് നമ്മൾ ആദ്യത്തെ ഒരു കള്ളിയിലോട്ട് മീനും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പൊ 2-ാം ദിവസത്തേക്ക് പുതിയൊരു കള്ളി നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവേണ്ട. അപ്പൊ ആ കള്ളി റെഡിയാക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചത് അതിന് വേണ്ടി കൊട്ടയിൽ നേരെ ഐസ് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ തട്ടാണ് ഇത് ഇവിടെ നല്ല കട്ടിക്ക് തട്ടിടും. കാരണം മീൻ അടിയിൽ ഇടുമെന്ന് വെച്ചാൽ മീൻ വേറെ ചീത്തായി പോകാണ്ടിരിക്കാൻ വേണ്ടി ശരിക്കും അടിഭാഗം നമ്മൾ നല്ലതുപോലെ കട്ടിക്ക് പൊത്തി വെച്ചിട്ട് വേണം ഈ മീൻ നേരെ മറിക്കാനട്ടാ. അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അങ്ങനെ വൈശാലി എല്ലാം ഐസ് ചെയ്ത് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പോണ സ്കിഡ് ഉണ്ട്. ഞാൻ ഇപ്പൊ ആദ്യമേ പറഞ്ഞിരുന്നു വൈശാലി സ്കിഡും വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ ഇനി കുറച്ച് സ്കിഡാണ് ഈ വൈശാലി കുറവ് സ്കിഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളത് ബോക്സിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് കള്ളിയിൽ ഐസ് ചെയ്തായിരുന്നു. ഇപ്പൊ ബോക്സിലാണ് ഐസ് ചെയ്യണത്. നേരെ ബോക്സിലോട്ട് ഇട്ട് നേരെ തട്ടി ഇട്ട് കൊടുക്കേട്ടാ. എന്നിട്ട് നേരെ ഐസ് കുറച്ചിടും. മീനിന് ബാക്കി വൈശ ചെയ്ത് നമ്മുടെ സ്കിഡ് ഇതേ തട്ടിയിട്ട് കൊടുക്കും. പിന്നെ അതിനകത്തൊരു കാണവക്കൂട്ടർ കൂടെ ഉണ്ട്. ആ വലിയൊരു കാണവ ഇവിടെ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് ആയിട്ട് മുകളിലോട്ട് ഇനി കട്ടിക്ക് അങ്ങോട്ട് ഐസ് ചെയ്ത് ആ ബോക്സ് അവിടെ വെക്കും. ഇനിയാണ് പരിപാടി. ഉച്ചക്കലത്തെ പരിപാടിയാണ്. കൂർക്കക്കറിയും അതുപോലെ തന്നെ നല്ല അയിര പൊരിച്ചതട്ട. അപ്പൊ അയിര പൊരിക്കണ നമ്മളെ എല്ലാ കാര്യങ്ങളും അടുക്കളയിലെ ഡ്രൈവർ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. പ്രസാദേട്ടൻ തന്നെയാണ് മസാലക്കൂട്ടുകൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എന്നോട് ഒരു കാര്യം പറയും. നമ്മളെ കൈ തൊടാണ്ടുള്ള കളിയാണ് മോനെ എന്ന് പറയും. കൈ തൊടാണ്ടുള്ള കളി എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് അങ്ങോട്ട് മസാലക്കൂട്ട് എല്ലാം കൂടി അങ്ങോട്ട് പിടിപ്പിക്കണേട്ടാ. നന്നായിട്ട് അങ്ങോട്ട് കിലുക്കി അയിലനെ അങ്ങോട്ട് മറിക്കണം. അങ്ങോട്ട് ആ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഏക്ക അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പിടിച്ചോളും. ഇനി എന്നിട്ട് പ്രസാദം പറഞ്ഞത് നേരെ പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ട് നേരെ അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊരിച്ച് അങ്ങോട്ട് എടുത്തിട്ട് പെട്ടയ്ക്കാന്നാണ് പറഞ്ഞ ഉച്ചക്ക് ചോറിന്റെ കൂടെ നല്ലതുപോലെ വരഞ്ഞൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഈ കിടന്ന് വറുത്ത് ഇങ്ങനെ കിടന്ന് റെഡിയായി വന്നത്. വീട്ടിലെ അമ്മമാരായാലും നമ്മളൊക്കെ ഈ മീനൊക്കെ വറുക്കുമ്പോ ചില സമയത്ത് മീൻ വറുത്ത് കോരും പൊടിഞ്ഞു പോവാറുണ്ട്. അതിന്റെ മെയിൻ കാരണം മീനിന്റെ വേവിന്റെ പ്രശ്നം മാത്രമല്ല, മീൻ ഐസ് ചെയ്ത് ഉപ്പാടായി കിടക്കണ മീനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ വെറുതെ പൊടിഞ്ഞ് തവിട് പോലെ പോകും. പക്ഷെ ഇവിടെ കടലിലെ മീൻ വറുക്കല് ഒന്നും പൊടിയൂല. അത് കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഐസും കാര്യങ്ങളും തൊടണില്ല. അതുകൊണ്ട് തന്നെ മീൻ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ലെവലിൽ കിട്ടും കേട്ടാ. ഇത് നേരെ നമുക്ക് അങ്ങോട്ട് ചോറിന്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ ഒരു സമയം ഇവിടെ ഒരു അയില അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പ്രസാദം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത അയിലയാണ്.
അങ്ങനെ എല്ലാവരോടും ടേസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തല തന്നെ ഉണ്ടാവും. ഇവിടെ കിള്ളിയൊക്കെ നോക്കണ്, ഉപ്പും അതുപോലെ എരിവൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. അപ്പൊ എല്ലാവരും ഇതേ ഇവിടെ കഴിക്കണ്ട, ചേട്ടന്മാരൊക്കെ കൂടി ഇരുന്ന് കഴിക്കണ്. അവിടെ ബായി അവിടെ ഫോണിൽ കളിക്കണം. അപ്പൊ നമ്മുടെ ബോട്ടിൽ ഒരു ബായി ഉണ്ട്, ആളവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മള് നേരെ അങ്ങനെ ചേട്ടൻ അയിലേക്ക് അങ്ങോട്ട് കോരി പ്ലേറ്റിലോട്ട് എണ്ണം പറഞ്ഞിങ്ങനെ എണ്ണി ഇങ്ങനെ വെക്കണ ഒരു കാഴ്ചയാണ്. ഇപ്പൊ ഇത് കാണുമ്പോ വായിൽ കൊതിയോ എന്റെ കൂട്ടുകാരെ കപ്പലോടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് കമന്റ് ചെയ്തോടാ. ചൂടൻ ചോറും അയില പൊരിച്ചതും മതിയില്ലേ നമുക്കിത് കേട്ടാ. അങ്ങനെ ഉച്ച സമയമായപ്പോ മീൻ പൊരിക്കൽ അതൊക്കെ അവിടെ മാറ്റിട്ട് നമ്മളെ വല പിടിക്കേണ്ട സമയത്തി അങ്ങനെ വേഗം തന്നെ മടയും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ട. ഈ വല പിടുത്തതൊന്നും ഞാൻ ആദ്യമേ പറഞ്ഞോല, കാരണം പട്ട പറഞ്ഞുള്ള പിടുത്തോണ്ടാ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ കയറ്റിയതേ വല കയറി വരണം. അപ്പൊ ഈ വലയിൽ നമ്മൾ എല്ലാ വലയിലും ഓരോന്നും നമ്മൾ പ്രതീക്ഷിച്ചോണ്ട് കടലീ പണി എന്ന് പറഞ്ഞാല് ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മൾ പലതും പ്രതീക്ഷിക്കും. പക്ഷെ ചില സീസൺ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രതീക്ഷിക്കും, അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോകൾ ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സെൻട്രൽ ലൈനൊക്കെ പിടിച്ചെടുക്കുകയാണ്. നേരെ വലയെല്ലാം കയറ്റി കഴിഞ്ഞപ്പോൾ ഈ വല എല്ലാം കയറ്റണത് ഞാൻ നിങ്ങളോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മുഷിയും. കാരണം അത്ര ഇപ്പൊ കടലും കുറവാണ്. കടലൊക്കെ ഉണ്ടെങ്കിൽ വല പിടിക്കണ ഒരു പിടുത്തമൊക്കെ ഉണ്ട്, മറിഞ്ഞും തിരിഞ്ഞും. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വരണം കേട്ടാ. അടുത്ത വീഡിയോയിൽ കടൽ വെള്ളമൊക്കെ അടിച്ചങ്ങോട്ട് കയറുന്ന ഒരു കിടിലം കാഴ്ചയൊക്കെ നമ്മുടെ 3ാമത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ മോശമാണ് ഈ വല കയറിയ നമ്മളും കുറച്ച് മീനുകൾ. അപ്പോൾ ഈ കടലിലെ പണിയെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ കുറേ മീനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരാറുണ്ട്. എപ്പോഴും അതൊന്നും അല്ല, കാരണം നമ്മൾ 10 ദിവസമൊക്കെ പോയി കിടക്കുമ്പോഴാണ് ഒരു 4-5 വീഡിയോ നമുക്ക് കിട്ടണത്. ഇതിപ്പോൾ നമ്മൾ ആകെ 4 ദിവസം കിടന്നുള്ളൂ. അപ്പോൾ 4 ദിവസം കിട്ടിയ മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ ഈ മെയിനാണ് പൊട്ടിച്ചങ്ങാട് ഇടണം. നേരെ വൈശാലിക്കുട്ടന്മാർ അവിടെ കിടപ്പുണ്ട്. വൈശാലിക്കുട്ടന്മാർ പിന്നെ കുറച്ച് ബഫർ ഫിഷും അതുപോലെ തന്നെ ഒരു നീരാളികളുടെ നേരെ ഒരു കാഴ്ച നോക്കിയാൽ നിങ്ങൾ. നീരാളി നാടൻ ഭാഷക്കൊന്നും നീരാളി കിനാവള്ളി നമ്പർ ഇംഗ്ലീഷിൽ അത് ഒക്ടോബസ് വേണ്ട. നമുക്ക് പിടിച്ച വിടൂല. വായി വാങ്ങ നല്ല കടി എടുക്കൂട്ടാ. എനിക്ക് കുറെ കിട്ടിയതാ. ആ ചോറിന്റെ കൂടെ കഴിക്കാൻ കറി കൂർക്ക ഇതിലെ അയില പൊരിച്ചത് കേട്ടോ. കൂർക്ക ഇങ്ങനെയാണ് കുഴക്കണം ആ ചോറിനത്. ഒരു അയില കഷ്ണ നല്ല മോരിഞ്ഞ് കറുകൂറാണ്ട് മറ്റാനും കഴിച്ച് അവനെ നല്ല മോരിഞ്ഞ മീൻപത്താണ്ടോ അടിപൊളി സൂപ്പർ. എല്ലാരും കഴിക്കണേ ഞങ്ങൾ മട്ടൂരിന്ന് എല്ലാരും കഴിച്ചോണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കിയ മെയിൻ ആളുടെ കുക്ക്, നമ്മുടെ കുക്ക്. സാധാരണയാണ് നമുക്ക് ഉച്ചക്കും കാലത്തും ഒക്കെ വൈകുന്നേരം ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണ സമയത്തെ എല്ലാവരും കൂടി അണിയത്തിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിപ്പായി സംസാരങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് സൂര്യന്റെ അങ്ങ് ദൂരെ
അസ്തമയ കാഴ്ച കേട്ടാ. ഇതൊക്കെ കടലിൽ വന്നാൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. സൂര്യൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ താഴത്തോട്ട് താത്തോണ്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ അടുത്ത വല കയറുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഈ ഒരു വലയില് എന്തൊക്കെ മീനാണെന്ന് നമുക്ക് നോക്കാട്ടെ. എന്തൊക്കെയത് പറയുമ്പോ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവൂല. അങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റോപ്പ് കയറി. ഈ റോപ്പാണെങ്കിൽ ഇത് ചൂണ്ടയുണ്ട്. അങ്ങനെ ചൂണ്ട വലിച്ചെടുക്കുന്ന ചില സമയങ്ങളിൽ നമ്മുടെ ബോട്ട് ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടി വല വലിച്ചിട്ട് പോകുമ്പോൾ ചൂണ്ട പണിക്കാരുടെ ചൂണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ കൊടക്കും. അങ്ങനെ ചൂണ്ട കിട്ടി. ചൂണ്ടമേൽ മീനുണ്ടായില്ല, പക്ഷെ ഒരു കൊലഞ്ഞീനുണ്ടായിരുന്നു. അപ്പൊ ആ കൊലഞ്ഞീൻ നേരെ കുടഞ്ഞങ്ങടെ കളഞ്ഞ കുളത്തും കാര്യങ്ങളൊക്കെ ടങ്കീസൊക്കെ അങ്ങോട്ട് ചുറ്റിയെടുക്കണ ഒരു കാഴ്ച കേട്ടാ. 10 കിലോ മേലുണ്ടാവും. ഏയ് ജാല അങ്ങനെ വൈകുന്നേരത്തെ വലയിൽ ഇതേ വല കയറിയുമ്പോൾ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ കൊലഞ്ഞീനൊക്കെ കിട്ടുന്നുണ്ട്. പായ കിട്ടി, പഴയ ഒരു പായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം നമ്മൾ നേരെ കരയിലോട്ട് എടുത്ത് വെച്ചത്. ഇതാണ് കണവ മുട്ട, വലിയ കണവട മുട്ട. അതേ കൊലഞ്ഞീനും വീണ്. ഞാൻ ഇതിന് മുന്നേ മംഗലാപുരത്ത് പോയ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ കാണിച്ചൊക്കെ തന്നിരുന്നു. അങ്ങനെ കുടഞ്ഞിറക്കി വല കയറണ ഒരു കാഴ്ച കേട്ടോ. വല കയറി ഇനി വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് മീനൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാട്ടാ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, നമ്മളിനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മളിത് 4-ാം ദിവസത്തെ ഒരു കിടിലൻ മീൻ പിടുത്തവും വരുന്നുണ്ട്. ഇത്തിരി കട്ടയും കടലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിനി തമിഴ്നാട്ടിലൊക്കെ പോയി കിടിലൻ ചൂണ്ട മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പുറകെ വരുന്നൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നിർത്തണില്ല. വ്യത്യസ്തമായിട്ട് പരമാവധി നിങ്ങളിലോട്ട് വ്യത്യസ്തമായിട്ടുള്ള മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കും. നിങ്ങൾ അവസാനം വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ ഒരു വലയിലാണെങ്കിൽ വേറൊരു പ്രത്യേക ഒരു കാര്യം ഉണ്ട് കേട്ടാ. വേറെ 2-3-4 താറാകുട്ടികൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ താറാകുട്ടി പൊട്ടി വീണ് ചീറ്റണ ഒരു കാഴ്ച ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരാം. അപ്പൊ നേരെ നമ്മുടെ കോടന്റ് പൊട്ടിക്കേണ്ട. താറാകുട്ടി പോയി പരന്തി. ഇതിനാണ് തമിഴ്നാട്ടിലെ ആവൂലിയാണെന്ന് പറഞ്ഞ് വറുത്താങ്ങോട് കൊടുക്കണത്. ട്രിഗർ ഫിഷ് ആണ് ഇതിന് പ്രത്യേകത. മോനിഷ കാണണ്ട. മോനിഷ അതിനൊരു മുള്ളിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. അത് നാട്ടെടുത്ത് നേരെ മടക്കാൻ മടങ്ങൂല. കണ്ടാ പല്ലില്ലേ, ഭയങ്കര പല്ലാണ്. ഡ്രാക്കുള്ളവന്റെ പല്ലാണ്. കടിക്കാന്നല്ല, ഇത് പാറയൊക്കെ കടിക്കും. ഇതുങ്ങള് നമ്മുടെ ചെമ്പലിന്റെയൊക്കെ എത്തിപ്പെട്ടാണ്. പക്ഷെ ഇനി ഇപ്പൊ ഒരു പേര് പറയണമെന്ന് പറഞ്ഞാൽ തല കാണിക്കും. തല ജീവനുണ്ട്, വയറക്കിടക്ക് വീർത്തുന്നു. ഈ മീന്റെ പേര് കൂടെ കമന്റ് ചെയ്ത്. ഇതിന്റെ വലുത് ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ശീലാവ് നമുക്ക് കിട്ടിയ മീനിട്ടാ. ഉരുളമ്പറ്റ, ഉരുളമ്പറ്റ എന്താ ഉരുളമ്പറ്റ 2,000 പോലെ ഉണ്ട്. 2,000 പോലെ ഉരുളമ്പറ്റ. 3 ഉരുളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പൈസ എടുത്തിട്ട് ഇതൊക്കെ അത് തന്നെ അത്യാവശ്യം ഇടക്കം തലക്കൊക്കെ ഇവനെ ഓരോന്നേ കയറണുള്ളൂ. നിലപ്പായിട്ടൊക്കെ കിട്ടുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കാലം ഉണ്ടായിരുന്നു. ആ കാലം പറഞ്ഞു. കാലം പോയി. 2-ാം ദിവസം രാത്രി ഇവിടെ ആരുമില്ല. അടുക്കളയിലും നമ്മുടെ ഈ റൂമിലൊക്കെ ഒന്നും ആരുമില്ല, വീലോസിലും. അപ്പോ എല്ലാവരും ഞങ്ങള് അണിയത്തുണ്ട്. അമരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ആങ്കറൊക്കെ ചെയ്ത്
അപ്പൊ ഇന്നും നമുക്ക് പുട്ടാണ് മക്കളെ, പുട്ടും പയറും. എല്ലാവരും പുട്ടും പയറും കഴിക്കുന്നത് റാങ്ങും കഴിച്ചോണ്ടിരിക്കണടാ. പുട്ടും പയറും എപ്പോഴും നമുക്ക് മീനല്ല അടക്കം അങ്ങ് വെറൈറ്റി കണക്കടാ. നമുക്ക് ഇടക്ക് വെറൈറ്റി വേണം പുട്ടും പയറും. നമ്മളത് ഇങ്ങനെ ആവി കയറ്റും, മറ്റേ കണപ്പൂട്ടല്ല, ചെമ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് ആവി കയറ്റി എടുക്കും. അപ്പൊ എല്ലാരും കഴിക്കണം. എല്ലാരും അനിയത്തൊക്കെ ഇരുന്ന് കഴിക്കണം. നല്ല കാറ്റൊക്കെയാണ്, ചുറ്റും കടലാണ്. വേറെ 2-3 ലൈറ്റാണ്. അതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ട് നമ്മളെ പോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ആങ്കറി കിടക്കാണ്. വൈശാലി ഇപ്പൊ നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടെ ആങ്കറിട്ട് കിടക്കാണ്. അപ്പൊ കാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കാണിച്ച് കുറച്ചൊക്കെ മീൻ ഉണ്ടായതുകൊണ്ട് എന്തായാലും കുറച്ച് മീനുകളായാലും വ്യത്യസ്തമായിട്ട് നീരാളിയൊക്കെ ഓർഡറും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ആയി ഷെയർ ചെയ്യാം. പിന്നെ നല്ല അടിപൊളി കിളിമീട്ട് 3-ാം ദിവസം വീഡിയോ എടുക്കുന്നത്. ടാറ്റാ.